ആ കേട് നിർത്തരൂ. Understand? Be careful. എന്തായി കാണിക്കുന്നേ? മദ്യപിച്ചിട്ടുണ്ടോ? കുടിച്ചിട്ടുണ്ടോന്ന്? പുറത്തിറങ്ങ്. My God, I say get out. Stop it. ഇതിന്റെ പേര് തമാശയെന്നല്ല, തല്ലുകൊള്ളി തരാമെന്ന. പൊട്ടി എക്യുപ്മെന്റ്സിന്റെ പണം ഞങ്ങൾ തന്നോളാം. എക്യുപ്മെന്റ്സിന്റെ പ്രശ്നമല്ല, അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആര് ഉത്തരം പറയും? നിങ്ങളെ കുറിച്ച് ഇതിനു മുമ്പും ഇന്നലെ ടീച്ചറിന്റെ കംപ്ലൈന്റ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടാക്കിയാൽ ഫലം വളരെ മോശമായിരിക്കും. യു മേ ഗോ നൗ. ഇങ്ങോട്ട് കയറിയതേ ഉള്ളൂ, അപ്പോഴേക്കും അവിടെ ഒരു ജാട. പ്രൊഫസർക്ക് കംപ്ലൈന്റ്സ് കൊടുത്തിട്ടുണ്ടത്രേ. ലെക്ചർ എന്ന് പറഞ്ഞ വലിയ പ്രൈം മിനിസ്റ്റർ ആണെന്നുള്ള വിചാരം. നമ്മളോടുള്ള കളി അത്ര നല്ലതിനല്ലെന്ന് ഒരു സൂചന കൊടുക്കാതെ പറ്റില്ല. സൂചന എന്ന് പറഞ്ഞാൽ ചങ്കി കയറുന്ന മാതിരി ഒരു കുത്തുകുത്തണം. അങ്ങനെ കുത്തണമെങ്കിൽ അവരുടെ പേഴ്സണൽ വീക്ക്നെസ് കുത്തണം. ഐ മീൻ കുടുംബ സ്വകാര്യം. അവരുടെ വീട്ടിലെ സെർവൻ കല്യാണി എന്റെ വീട്ടിനടുത്തുള്ള. അവരാളെങ്ങനെ? പൈസ കണ്ട കമ്മിൽ നടിച്ചു വീഴുന്ന ടൈപ്പാ. അപ്പൊ നമ്മുടെ റൂട്ട് ക്ലിയർ. പക്ഷെ ചെലവ് ചെയ്യണം. എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇന്ദിരാ നന്ദഗോപാൽ എന്ന പൊതുശത്രുവിനെതിരെ നമ്മുടെ 6 അംഗ പട്ടാളം അംഗം കുറിക്കുന്നു. ഓക്കേ? ഓക്കേ. ഇടിക്കലവനെ. ആ അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞവർക്ക് പറ്റണ പണിയാണോ ഇത്? എന്താ ചേട്ടത്തി? പറയാം. ആ മാഷ എവിടെ? അല്ല, ഇതാരും ഉണ്ണിയാർച്ചയോ? എന്താണിത്? കാസറ്റ്.
അതെനിക്കറിയാം. ഇതിനകത്തുള്ള സിനിമാ പടം എന്താണെന്നാ ചോദിച്ചത്? തച്ചോളി മരുമകൻ ചന്തു. അത് പുറത്തൊട്ടിച്ച പേര്. ഇതിനകത്ത് എന്താണെന്നാ ചോദിച്ചത്? അതിപ്പോ ഞാൻ എങ്ങനെ അറിയാനാ? വേണ്ട വേണ്ട, അറിയാഭാവം നടിക്കണ്ട. കെട്ടിയോനെ പിരിഞ്ഞിരിക്കുന്ന പെണ്ണിന്റെ മനസ്സിളക്കാൻ വേണ്ടി വേണ്ടാതീനങ്ങളുള്ള സിനിമ കൊണ്ടുകൊടുത്ത ആർക്കും മനസ്സിലാവില്ലെന്ന വിചാരം. വേണ്ടാതെ നിങ്ങൾ നല്ല ഫൈറ്റുള്ള പടാണെന്ന് വിചാരിച്ച് കണ്ടപ്പോഴല്ലേ സായിപ്പ് മദാമി കൂടി അയ്യോ എനിക്ക് പറയാനേ നാണക്കട. അമ്മച്ചി നല്ലോണം ഇരിക്കുന്ന അയൽക്കാരുമായിട്ട് വെറുതെ. അപ്പൊ നീയും കൂടി അത്തോണ്ടുള്ള പണിയാണല്ലേ? അങ്ങനെ വരട്ടെ. വായു മനസ്സറിയാത്ത കാര്യത്തിന് ചേട്ടത്തി വേണ്ടാത്ത അർത്ഥം കൊടുക്കരുത്. ഇതെന്തോ അബദ്ധം പറ്റിയതാ. അബദ്ധം? ഉവ്വ്. ഞാൻ ഉള്ളോടത്തോളം കാലം എന്റെ വീട്ടിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ നല്ല നേരത്തിന് ആ മലയാളം കാസ്കറ്റ് കാണാൻ തോന്നിയത്. ഇല്ലെങ്കിൽ ഗൾഫിൽ കിടന്ന് പൊരിയുന്ന എന്റെ മോന്റെ മാനം പോയേനല്ലോ കർത്താവേ. ഓടി അറവാണിച്ചി, ഇന്നടാ നിന്റെ കോപ്പ്. ഒന്നും തോന്നരുത്, അമ്മച്ചിയുടെ സ്വഭാവം അറിയാലോ. കാസറ്റ് കടക്കാർക്ക് തെറ്റിയതായിരിക്കും. എന്തായാലും ഇനി കാസറ്റ് മാറുന്ന പരിപാടി വേണ്ട. മാത്രമല്ല ട്രീസ ഇനി ഇങ്ങോട്ട് വരാതിരിക്കുന്നതാവും നല്ലത്. സോറി. ട്രീസിയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ആ തള്ള വിവരമില്ലാണ്ട് എന്തോ പറഞ്ഞു വെച്ച്. വേണ്ട, പണ്ടേ ഞാൻ പറയാറുള്ളല്ലേ ആവശ്യത്തിൽ കൂടുതൽ അടുപ്പം ആരോടും വേണ്ടാന്ന്. ഇപ്പൊ മതിയായില്ലേ? അല്ല ഗുഡ് മോർണിംഗ്. ആരാ ഇത് വരച്ചത്? Tell me, ആരാ ഇത് വരച്ചത്? Stand up. നിങ്ങളോടാ പറഞ്ഞത് സ്റ്റാൻഡ് അപ്പ്. നിങ്ങളാണോ ഇത് വരച്ചത്? ചോദിച്ചത് കേട്ടില്ലേ? ഞങ്ങളാ വരച്ചത്. Get out. Get out from the class. അപ്പൊ കൊത്ത് ചങ്കിന് തന്നെ കൊണ്ടുവല്ലേ? ആള് വേർത്ത് കുളിച്ചു പോയി. ഇപ്പൊ മനസ്സിലായോ ഫ്രെഡിയുടെ സൈക്കോളജിക്കൽ കുത്തിന്റെ ഡെപ്ത്? സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ഇനി ഇക്കൊല്ലം അവരുടെ ക്ലാസ്സിൽ കയറ്റും തോന്നില്ല. അത് നമുക്ക് നോക്കാം. ആ ഗംഗ തോമസ് ആണ് സംഗതി ആകെ പൊളിച്ചത്. ഗംഗയോ? അവളെന്ത് ചെയ്തു? ആരാ വരച്ചതെന്ന് ചോദിച്ചപ്പോ അവള് തിരിഞ്ഞ് ഞങ്ങളൊരു നോട്ടം. അവളെ നമ്മുടെ കയ്യിൽ കിട്ടും. കിട്ടിയ എന്നെ ഏൽപ്പിച്ചേക്കണം കേട്ടോ. എന്തിനാ? ഗംഗയല്ലേ ചെടയിൽ ഒളിപ്പിച്ചു വെക്കാനായിരിക്കും. വെരി ഗുഡ്. തേടിയ വള്ളി കാലിൽ ചുറ്റി. എന്താ? വാ പറയാം. ഹായ് ഗംഗ. ഹായ് ഗംഗ. നന്ദ സാർ ഒരുമിച്ച് നിന്ന് എന്തൊക്കെയോ കാര്യമായിട്ട് നോക്കുന്നത് കണ്ടല്ലോ. ഫംഗ്ഷൻ എടുത്ത് സ്റ്റിൽസ്. അതെയോ? എന്നാ ഞങ്ങളും കൂടെ ഒന്ന് കാണട്ടെ എന്ന്. സോറി, ഇപ്പൊ പുറത്തെടുത്ത് എല്ലാരും കൂടെ കമന്റ്സ് തുടങ്ങും. നമുക്ക് സൗകര്യമായിട്ട് പിന്നെ കാണാം. അതെങ്ങനെയാ? ക്ലാസ് കഴിഞ്ഞാ അപ്പഴേ താൻ മുങ്ങില്ലേ? ഇല്ല, ഞാൻ കാണിച്ചു തരാം. ഷുവർ. ഓ ഓക്കേ. വാടി. ഗുഡ് മോർണിംഗ് എവരിബഡി. സോറി, ഞാനിപ്പോ ലേറ്റ് ആയി. ഇന്ന് മൂവർ സംഘം അവരെയോ? ഇന്ന് തമാശ പറയാൻ നേരമില്ല. താങ്ക് യു. സ്റ്റുഡൻസ്, today you are going to learn the famous poem The Eve of St. Agnes, written by the famous romantic poet John Keats. The poem deals with the theme of love. കവികളും കലാകാരന്മാരൊക്കെ പാടി പുകഴ്ത്തിയിട്ടുള്ള ആ ദിവ്യാനുഭൂതി, പ്രേമം. That means love.
ഒരുപാട് ഇഷ്ടമാണ്. Continue, sir. Yes, I'm continuing. It's a love of two young couples. I mean, romantic of passionate love. എന്തു പറ്റി സർ? ഒന്നുമില്ല. ഹെഡേക്ക്, തലവേദന, വല്ലാത്ത തലവേദന. We'll stop today. ആ കുട്ടി എന്നാലും ഇങ്ങനെ എന്ത് പറ്റുന്നത് സാറേ? ഏയ് നത്തിങ്. പിന്നെന്താ ഒറ്റയ്ക്കിരുന്ന് പെറുപിറുക്കുന്നത്? പിന്നെ ഞാനൊരു പാട്ടിന്റെ ലൈൻ ആലോചിക്കായിരുന്നു. എന്നിട്ട് ലൈൻ കിട്ടിയോ? കിട്ടി, പക്ഷെ ട്യൂണിന് പൊരുത്തപ്പെടാത്ത ലൈനാ. ഓഹോ. എന്താ മുഖമല്ലാതിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ചെറിയൊരു തലവേദന. തലവേദനയോ? ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുണ്ടല്ലോ, എന്താ അത്? ഏയ് ഒന്നുമില്ല, ഈ ക്ലാസ് എടുത്ത് കഴിയുമ്പോ ഒരു അതെങ്ങനെയാ? ആവശ്യത്തിനുള്ള വാചകടി അല്ലല്ലോ. എന്നിട്ടിപ്പോ എങ്ങോട്ടാ സർക്കിട്ട്? ലൈബ്രറി വരെ. ഉള്ള തലവേദന പോരാഞ്ഞിട്ടായിരിക്കും ഇനിയിപ്പൊ ലൈബ്രറിയിലേക്കൊന്നും പോകണ്ട. ഏയ് അതൊന്നും സാരമില്ല. അല്ല, ലൈബ്രറിയിലേക്കൊന്നും ഇതിലേ. ഓ സോറി, തലവേദനയിലെല്ലാം മറന്നു.